ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഡ്രീം കാർ വളരെ കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. എവറിത്തിങ് ലുക്സ് പെർഫെക്റ്റ്. നല്ല എക്സ്റ്റീരിയറും പുതുപുത്തൻ പോലത്തെ ഇന്റീരിയറും എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിലാണെന്നുള്ള ഡീലറുടെ ഉറപ്പ്. ആ വാഹനം സ്വന്തമാക്കുവാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യമില്ല അല്ലേ? പക്ഷേ ആ തിളങ്ങുന്ന എക്സ്റ്റീരിയറിനുള്ളിൽ നിങ്ങളറിയാതെ ഒളിഞ്ഞിരിക്കുന്ന വലിയ ഒരു അപകടം ഉണ്ടെങ്കിലോ? അതെ, ഫ്ലഡ് അഫക്റ്റഡ് കാറുകൾ. വെള്ളപ്പൊക്കം ബാധിക്കപ്പെട്ട വാഹനങ്ങൾ ക്ലീൻ ചെയ്ത് സെൽ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ബട്ട് ഡോണ്ട് വറി, ഈ വീഡിയോയിൽ ഫ്ലഡ് അഫക്റ്റഡ് വാഹനങ്ങൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഡൈവ് ഇൻ. വാഹനങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത സാധാരണക്കാരായ പല ആളുകളും വെള്ളപ്പൊക്കത്തിൽ ഡാമേജ് വന്ന വാഹനങ്ങൾ വാങ്ങി കഷ്ടപ്പെടുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഫ്ലഡ് മൂലം എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? ടെസ്റ്റ് ഇലക്ട്രോണിക്സ്. വെള്ളം മൂലമുള്ള തകരാറുകളുടെ ഏറ്റവും ആദ്യത്തെ സൈനാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സിസ്റ്റത്തിന് വരുന്ന തകരാറുകൾ. എന്റർടൈൻമെന്റ് സിസ്റ്റം, പവർ വിൻഡോസ്, മിറർ, ഡോർ ലോക്കുകൾ, ലൈറ്റുകൾ തുടങ്ങി എല്ലാ ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റവും നന്നായി വർക്ക് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഓപ്പൺ ദി ഫ്യൂസ് ബോക്സ്. ഫ്യൂസ് ബോക്സിനകം ഡ്രൈ ആയിരിക്കുകയും എല്ലാ കണക്ഷനുകളും ക്ലീൻ ആണെന്നും തുരുമ്പുകളൊന്നും ഇല്ലെന്നും ഉറപ്പുവരുത്തുക. ഇൻസ്പെക്ട് ദി ബോഡി വർക്ക്. വാഹനത്തിന്റെ ബോഡിയിൽ നന്നായി തുരുമ്പുണ്ടെങ്കിൽ അവ ഫ്ലഡ് അഫക്റ്റഡ് ആകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഉപ്പുവെള്ളമാണെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി ബോഡി വർക്ക് ചെക്ക് ചെയ്യുക. പെയിന്റിനുള്ളിലായി കാണുന്ന ചെറിയ ബബിളുകൾ അവയ്ക്കുള്ളിലുള്ള തുരുമ്പിന്റെ ലക്ഷണമാകാം. ചെക്ക് ദി ഇന്റീരിയർ. വാഹനത്തിനുള്ളിൽ കയറി എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്ത് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താൽ വാഹനത്തിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇവ എയർ ഫ്രഷ്നർ ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. ലുക്ക് ഫോർ ഡേർട്ട് ഇൻ ടൈറ്റ് സ്പേസസ്. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പമുള്ള ചെളിയുടെ പാടുകൾ വാഹനത്തിലുണ്ടാകും. എത്ര ക്ലീൻ ചെയ്താലും ടൈറ്റ് ആയിട്ടുള്ള സ്പേസുകളിൽ അവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇന്റീരിയർ പ്ലാസ്റ്റിക് പാർട്ടുകൾ, സീറ്റുകളുടെ അടിഭാഗം എന്നിവിടങ്ങളിലൊക്കെ പരിശോധിക്കാം. ടേക്ക് ഇറ്റ് ഫോർ എ പ്രൊഫഷണൽ ഇൻസ്പെക്ഷൻ. വാഹനം വാങ്ങുന്നതിന് മുൻപായി ഒരു ഇൻഡിപെൻഡന്റ് മെക്കാനിക്കിനെ കൊണ്ട് വാഹനം പരിശോധിപ്പിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് അതോടൊപ്പം തന്നെ ഫ്ലഡ് അഫക്റ്റഡ് ആണോ എന്ന് അവർക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കുവാൻ സാധിക്കും. സീരിയസ് ആയി ഡാമേജ് ആയിട്ടുള്ള വാഹനങ്ങൾ ചിലപ്പോൾ ഒരുപാട് വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അങ്ങനെ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന വാഹനങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകാമെന്ന് എപ്പോഴും ഓർക്കണം. വെള്ളം ഒരു ഗുഡ് കണ്ടക്ടർ ആണ്. ഒപ്പം മെറ്റൽ പാർട്ടുകളിൽ തുരുമ്പുണ്ടാകാനുള്ള ഒരു കാരണവുമാണ്. ഒരു വാഹനം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ വെള്ളമായതുകൊണ്ട് തന്നെ എല്ലാ മുക്കിലും മൂലയിലും അതെത്തുകയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇലക്ട്രിക്കൽ കണക്ടറുകൾ സാധാരണയായി സീൽ ചെയ്തിരിക്കുന്നവയാണെങ്കിലും അവ വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല സിസ്റ്റത്തിനുള്ളിലും വെള്ളം കയറാം. വാഹനത്തിനുള്ളിൽ വെള്ളം കയറിയാൽ അത് ഡ്രൈ ആകുവാൻ ദിവസങ്ങളോളം വേണ്ടി വന്നേക്കാം. ബട്ട് അപ്പോഴേക്കും ഒരുപാട് ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടാകും. വയറുകൾ നശിച്ചേക്കാം, സീറ്റ് ഫാബ്രിക്കിനുണ്ടാകുന്ന നാശം, ബോഡി പാർട്ടുകളിലുള്ള തുരുമ്പ് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഐഡിയൽ കണ്ടീഷനിൽ വെള്ളം കയറിയ വാഹനങ്ങൾ കംപ്ലീറ്റ് ആയി അഴിച്ച് എല്ലാ പാർട്ടുകളും വേർതിരിച്ച് നന്നായി ഡ്രൈ ചെയ്ത് വീണ്ടും തിരിച്ച് അസംബിൾ ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ആരും അതിന് മെനക്കെടാറില്ല. ഈസ് ഇറ്റ് വർത്ത് ബൈയിങ് എ ഫ്ലഡഡ് കാർ? മെജോറിറ്റി കേസിലും വെള്ളം കയറിയ വാഹനം വാങ്ങുന്നത് ഒരിക്കലും നല്ല ഒരു ഐഡിയ അല്ല. ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു വിൻറ്റേജ് മോഡൽ വാഹനമാണെങ്കിൽ അത് മുഴുവൻ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള സമയവും സാമ്പത്തികവും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറുമാണെങ്കിൽ ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങി സമയവും പണവും നഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമല്ലോ.